നടൻ സൗബിൻ ഷാഹിർ പ്രതിയായ മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം. എറണാകുളം ഡിസിപി വിനോദ് പിള്ളയ്ക്കാണ് മേൽനോട്ട ചുമതല. നിലവിൽ കേസ് അന്വേഷിക്കുന്ന സൌത്ത് എസിപി രാജ്കുമാറും അന്വേഷണ സംഘത്തിലുണ്ട്. സൗബിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. നവമി ദിനേശ് വിവരങ്ങളുമായി ചേർന്നു. നവമി, വിശദാംശങ്ങൾ. ഭവ്യയായി മഞ്ഞുമൽ ബോയ്സ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് സൗബിനെയും മറ്റ് രണ്ട് സഹനിർമ്മാതാക്കളെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും പിന്നീട് ജാമ്യം നിലനിൽക്കുന്നതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നതിനിടയിൽ തന്നെയാണ് ഈ പരാതിക്കാരനായിട്ടുള്ള സിറാജ് വലിയതുറ വീണ്ടും കോടതിയെ സമീപിച്ചത്. ഇയാൾ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട മരട് പോലീസ് അന്വേഷിക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകളുണ്ട്. ഇവരുടെ സമർപ്പിച്ച രേഖകളിലടക്കം ഈ ഫയല് വീണ്ടും വിളിച്ചു വരുത്തി അതിൽ നിന്നും ചില രേഖകൾ മാറ്റുന്ന രീതിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നുണ്ട്. ഒപ്പം ഈ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കാതെയുള്ള ഒരു അന്വേഷണമാണ് നടക്കുന്നതെന്ന ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് വീണ്ടും കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുവാനായി തീരുമാനിച്ചിരിക്കുന്നത്. എറണാകുളം ഡിസിപി വിനോദ് പിള്ളയ്ക്കായിരിക്കും മേൽനോട്ട ചുമതല. എറണാകുളം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ലത്തീഫായിരിക്കും ഇത് അന്വേഷിക്കുക. നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത് എറണാകുളം സൗത്ത് എസിപി ആയിട്ടുള്ള രാജ്കുമാറാണ്. അദ്ദേഹവും ഈ സംഘത്തിലുണ്ട്. എന്തായാലും ഡിജിപിയെ സമീപിക്കുകയായിരുന്നു ഈ പരാതിക്കാരൻ ഇതിലൊരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അതിനെ തുടർന്നാണ് ഡിജിപി ഇപ്പോൾ പ്രത്യേക ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സൗബിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന ഒരു സാഹചര്യവും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇതിന്റെ ഒരു ഇഡിയുടെ അന്വേഷണവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും സമാനമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ സാമ്പത്തിക തട്ടിപ്പ് തന്നെ ഈ സിനിമയുടെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്ന ഒരു റിപ്പോർട്ട് തന്നെയായിരുന്നു പോലീസും കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ രീതിയിലേക്ക് കടക്കുമ്പോൾ പരാതിക്കാരൻ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഡിജിപി വീണ്ടും ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കിയുള്ളൊരു അന്വേഷണത്തിലേക്ക് കടക്കുവാനും തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് സൗബിൻ കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ കോടതി അത് തള്ളുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു വിദേശയാത്രയ്ക്ക് ഒരു അവാർഡ് നൈറ്റ് നടക്കുന്നുണ്ട് ദുബായിൽ. അവിടേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അനുമതി നൽകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി ഇത് തള്ളിയിരുന്നു. പ്രോസിക്യൂഷൻ അടക്കം പറയുന്നത് ഒരു സാക്ഷി വിദേശത്തുണ്ട്, ആ സാക്ഷിയെ സ്വാധീനിക്കാനുള്ള ഒരു സാഹചര്യമുള്ളതിനാൽ അനുമതി നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷനും വാദിച്ചത്. അതിനെ ഹൈക്കോടതി സമ്മതിക്കുകയുമായിരുന്നു. എന്തായാലും സൗബിൻ ഷാഹിറിനെയും മറ്റ് രണ്ട് സഹനിർമ്മാതാക്കളെ സംബന്ധിച്ച് വീണ്ടും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുകയും അവർ പറയുന്ന തരത്തിലുള്ള രേഖകൾ ഹാജരാക്കേണ്ട ഒരു സാഹചര്യവുമാണ് നിലനിൽക്കുന്നത്. ഭവ്യ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.